ഗണിത ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10th ഒരു ചാപ്റ്റർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം. സോ ട്രയാങ്കിൾസ് എന്താണ് ട്രയാങ്കിൾസ്? In earlier classes we have already studied what is meant by a triangle, isn't it? A three-sided polygon. Three-sided polygon. By that name itself, triangle, three angles. Tri means three, angle means you all know what is an angle. Then or else another name for triangle is trigon. Tri means three and gun means sides. On the base of sides it is called as trigon, or on the base of angles we can call it as triangle. Most generally we will use the word triangle itself. Triangle എന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. It's a polygon, three-sided polygon. Polygon, you all know what is a polygon? Closed-sided figure, അല്ലേ? A closed figure made up of line segments. അതാണ് important. Polygon, a closed figure made up of line segments. Closed figure എന്ന് മാത്രമായ circle ആവും, but circle is not a polygon. അപ്പോൾ polygon എന്ത് വേണം? Closed figure made up of line segments. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ളതാണ്. What is meant by a triangle, what is meant by a polygon, that all things. And also in 9th standard you have already studied the concept of congruence, the concept called congruency, isn't it? Congruence എന്ന കൺസെപ്റ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു congruence? എന്തായിരുന്നു? What is meant by congruence? അറിയാം. Congruence means two figures are said to be congruent if they have same size and same shape, isn't it? Same size ഉം same shape ഉം ആയിട്ടുള്ള ഫിഗേഴ്സിനെയാണ് what we call as congruency. Congruency അതിൻ്റെ പ്രോപ്പർട്ടീസ് മീൻ ക്രൈറ്റീരിയ ടു പ്രൂവ് കോൺഗ്രുവൻറ്റ് അതൊക്കെ നിങ്ങൾ ലാസ്റ്റ് ഇയർ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ് ആ കൺസെപ്റ്റ്. So this year you are going to learn some another concept that means similarity. A word means similar. By that word meaning itself similar. അതായത് നമ്മുടെ കോൺഗ്രുവൻസിയിൽ ടു ഫിഗേഴ്സ് ആർ സെറ്റ് ടു ബി കോൺഗ്രുവൻറ്റ് ഇഫ് ദേ ആർ ഓഫ് സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ്, isn't it? സിമിലർ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഇതിന് ഒരു സിമിലാരിറ്റി ഉണ്ട്, ഒരു പോലെ എന്നുള്ള അർത്ഥം. അതാണ് ഇവിടെ സൈസിന് ഇമ്പോർട്ടൻസ് ഇല്ല, സെയിം ഷേപ്പ് മതി. ദാറ്റ് ഇസ് വാട്ട് വി കോൾ ആസ് സിമിലർ. ടു ഫിഗേഴ്സ് ആർ സെറ്റ് ടു ബി സിമിലർ ഇഫ് ദേ ഹാവ് സെയിം ഷേപ്പ്. സൈസ് ഇമ്പോർട്ടൻസ് മീൻ സൈസ് സെയിം ആവണമെന്ന് not necessary. That is what അപ്പോൾ similarity, that is what we call as similarity. അത് എങ്ങനെ അതിൻ്റെ ട്രയാങ്കിൾസിൻ്റെ കൺസെപ്റ്റ്. Then we will learn in this chapter certain criteria to prove the given triangles are similar. പിന്നെ you already know what is Pythagoras theorem, isn't it? That hypotenuse square is equal to altitude square plus base square. That is what Pythagoras theorem. By using this concept, similarity concept use it, we are going to prove the Pythagoras theorem. ഈ Pythagoras theorem prove ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ലെസണിൽ പഠിക്കുന്നത്. So before that, ഈ സിമിലാരിറ്റി where we will apply this similarity എവിടെയാണ്? നിങ്ങൾക്ക് തന്നെ റിയൽ ലൈഫ് നോക്കിയാൽ അറിയാം. യൂണിഫോംസ് ഇല്ലേ? ഒരേ യൂണിഫോംസിൽ ഡിഫറെൻറ്റ്, അതുപോലെ ഡ്രസ്സസ് സെയിം പാറ്റേൺ വിത്ത് ഡിഫറെൻറ്റ് സൈസസ്, isn't it? പിന്നെ എങ്ങനെയാ ഹൗ വി ഫൗണ്ട് ഹൗ വി കാൽക്കുലേറ്റഡ് ഹൈറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ് അതൊക്കെ പറയുന്നില്ലേ? മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടല്ലേ സണ്ണിൻ്റെയും മൂണിൻ്റെയും. ഹൗ നമ്മൾ ടേപ്പ് യൂസ് ചെയ്ത് അളന്നിട്ടാണോ വി ഫൗണ്ട് ദിസ് ഡിസ്റ്റൻസും ഓർ ഹൈറ്റ് ഓഫ് ദിസ് മൗണ്ട് എവറസ്റ്റ് ആൻഡ് ഓൾ എല്ലാം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈ ടേപ്പ് എല്ലാം ഉപയോഗിച്ച് അളക്കാൻ പോയിട്ട്? നോ, ബൈ അപ്ലൈയിങ് ദിസ് സിമിലാരിറ്റി ആ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ്. അതുപോലെ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇത് ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഹൈറ്റും ഡിസ്റ്റൻസും ഒക്കെ കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് ദ റിയൽ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് സിമിലാരിറ്റി, കൺസെപ്റ്റ് സിമിലാരിറ്റി. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യം നോക്കിയാൽ അല്ലേ, സെയിം പാറ്റേണിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രസ്സസ്. അതിപ്പോൾ ഇപ്പോഴത്തെ ഷോപ്പിൽ പ്രത്യേകം. സോ ഇപ്പോൾ എന്താണ് നമുക്കിനി ഈ സിമിലാരിറ്റി എന്ന കൺസെപ്റ്റ് നമ്മുടെ പോളിഗൺസിലേക്കും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫിഗേഴ്സിലേക്ക് വന്നാൽ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എവറി സർക്കിൾസ് ഹാവിങ് സെയിം റേഡിയസ് ആർ congruent, isn't it? അതുപോലെ every equilateral triangles with the same sides
കോൺഗ്രുവൻ്റ് ആണ്. അതുപോലെ സ്ക്വയേഴ്സ് ഹാവിങ് സെയിം ലെങ്ത് ആർ കോൺഗ്രുവൻ്റ്. ഈ കൺസെപ്റ്റിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കിള് ഒരേ റേഡിയസിൽ മാത്രമേ നമുക്ക് വരക്കാൻ പറ്റില്ലല്ലോ. സർക്കിൾസ് 2 സെന്റിമീറ്റർ റേഡിയസിലുണ്ട്, 3 സെന്റിമീറ്റർ റേഡിയസ് ഉണ്ട്. അത് റേഡിയസ് ഡിഫറെന്റ്, അതിന്റെ സൈസ് ഡിഫറെന്റ്. വാട്ട് വി ആർ ഗെറ്റിംഗ് ദ ഷേപ്പ് സർക്കിൾ ഇറ്റ് സെൽഫ് ഇസ് ഇൻ നോ. സോ വാട്ട് വി ക്യാൻ സേ ദേ ആർ സിമിലർ, ഇസ്ന്റ് ഇറ്റ്? അപ്പൊ സർക്കിൾസ് സിമിലർ ആണ്. അപ്പോൾ ഇനി സെയിം റേഡിയസ് ആയാലുള്ള സർക്കിൾസും ആണെങ്കിലും സർക്കിൾ ആണ്. സെയിം റേഡിയസ് ആകുമ്പോൾ സെയിം ടൈപ്പ്. അപ്പൊ എന്ത് പറയാം? അത് കോൺഗ്രുവൻ്റും ആണ്, നമുക്ക് എന്ത് പറയാം? സിമിലറുമാണ്. ദാറ്റ് മീൻസ് സിമിലറിന് സെയിം സൈസ് ആവണമെന്ന് നോട്ട് നെസസറി. Same, if it is same size then also no problem. That is for similarity. അപ്പോൾ കോൺഗ്രുവൻസിക്ക് അങ്ങനെയല്ല, സെയിം സൈസ് മസ്റ്റ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്നും what we can generalize, every congruent figures are similar. Isn't it? That means similar means they have same size and same shape, but necessary in the case of size it is not necessary to be same. Same ayala, there is no problem. So what we can say? Congruency anengil what we can say? They are similar also. But every similar figures are not congruent. Why? Because congruent must satisfy what? Same size. That is the difference. Appo ella congruent figures endana similar aanu. പക്ഷേ എല്ലാ similar figures endalla congruent alla. Congruency means they have same size and same shape. Similarity means they have same shape, size. There is no need to be same. Okay. So our point are orkande. Every congruent figures are similar, but every similar figures are not congruent. So when we say that two polygons are congruent, or general definition, two polygons are said to be congruent if their corresponding angles are equal and corresponding sides are equal. അതായിരുന്നില്ലേ നമ്മൾ പോളിഗൺസിന്റെ കോൺഗ്രുവൻസിനെ ജനറൽ ആയിട്ട് ഡിഫൈൻ ചെയ്ത് corresponding angles and corresponding sides, isn't it? Two polygons are said to be congruent if their corresponding sides are equal and corresponding angles are equal. ഇവിടെ ചെറിയൊരു വ്യത്യാസം വരും. Since here size is not necessary, size സെയിം ആവണം എന്നുള്ള കാര്യം വേണ്ട. സോ നമുക്ക് പോളിഗൺസിന്റെ സിമിലാരിറ്റി എന്ന കൺസെപ്റ്റ് how we can define നോക്കാം. Two polygons are said to be similar if their corresponding angles are equal and if their corresponding sides are in same ratio. Sides in the ratios equal. I mean, ഇതിന്റെ corresponding sides in the ratios. Congruency corresponding sides equal ആണ്, corresponding angles equal ആണ്. Similarity എന്ന concept വരുമ്പോൾ two polygons are said to be similar if their corresponding angles are equal but their corresponding sides ratio എന്തായാൽ മതി? ഈക്വൽ ആയാൽ മതി. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. അപ്പോൾ സിമിലാരിറ്റിന്റെ two polygons are said to be similar if their corresponding angles are equal and if their corresponding sides are in same ratio. So two polygons നോക്കി. ഇനി നമുക്ക് similarity of triangles. Okay, similarity of triangles. You all remember what is the definition? I mean, congruency of triangles. That is, when we say that two triangles are congruent if their corresponding sides are equal and corresponding angles are equal, isn't it? അപ്പോൾ നമ്മൾ ഇവിടെ similarity of triangles വരുമ്പോൾ two triangles are said to be similar if their corresponding angles are equal and corresponding sides are in the same ratio. That is the difference. Corresponding sides are in the same ratio, corresponding angles are equal. For similarity of triangles, when we say that two triangles are similar if their corresponding angles are equal and if their corresponding sides are in the same ratio. And similarity is denoted by this symbol. This symbol ആണ്, that is tilde symbol. നമ്മൾ കോൺഗ്രുവൻസിക്ക് ഈക്വൽ ടു അതിന്റെ മേലെ ഈ tilde symbol ഇടുമായിരുന്നു. So in similarity we need only this symbol. ഈ ഒഴുകുന്ന പോലത്തെ വേവിന്റെ പോലെ, that is tilde symbol. And രണ്ട് triangles similar ആണെങ്കിൽ we will consider the triangle ABC and PQR. If they are similar, then ABC is similar to PQR. It is denoted by using this symbol. ആ tilde symbol യൂസ് ചെയ്താണ് denote ചെയ്യുന്നത്. If corresponding angles of two triangles are equal, then those two triangles are called equiangular triangles. അതായത് രണ്ട് ട്രയാങ്കിൾസിന്റെ corresponding angles equal ആണെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിൾസിനെ equiangular triangles എന്ന് വിളിക്കാം. So if ഒരു famous Greek mathematician named Thales ഈ equiangular trianglesന്റെ കൺസെപ്റ്റ് ബേസ് ചെയ്ത് ഒരു തിയറം പറഞ്ഞിട്ടുണ്ട്.
ദാറ്റ് ദ സെയിം ഇസ് അതിനെ നമ്മൾ വേറെ ഇതിൽ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്നും പറയും. ഇവിടെ നമ്മൾ ഇക്വ ആംഗുലർ എന്നല്ല, തെയിൽസ് പറഞ്ഞിട്ടുള്ള ഇക്വ ആംഗുലർ തിയറം ട്രയാങ്കിൾസിനെ ബേസ് ചെയ്താണ്. സോ ബോത്ത് സേസ് സെയിം തിങ്. ആ രണ്ട് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നതും ഒരേ കാര്യം തന്നെയാണ്. സോ ഈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഈസ് ഓൾസോ നോൺ ആസ് തെയിൽസ് തിയറം. Actually basic proportionality theorem is if a line is drawn parallel to one side of a triangle to intersect the other two sides in distinct points, the other two sides are divided in the same ratio. If a line is drawn parallel to one side of a triangle to intersect the other two sides in distinct points, then the other two sides are divided in the same ratio. A triangle is given. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മളൊരു ലൈൻ വരക്കുന്നു. ആ ലൈൻ ആ ട്രയാങ്കിളിന്റെ മറ്റ് രണ്ട് സൈഡുകളെ ഇന്റർസെക്ട് ചെയ്യുന്നു, രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്, 2 ഡിഫറെന്റ് പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ ആ രണ്ട് സൈഡ്സിനെ ഈക്വൽ റേഷ്യോസ് ആയി ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ തിങ്. ദ സെയിം കാര്യം തന്നെ ടെയിൽസ് പറഞ്ഞത് ദ റേഷ്യോ ഓഫ് എനി ടു സൈഡ്സ് ഇൻ ആൻ ദ സെയിം തിങ് തന്നെ ടെയിൽസ് പറഞ്ഞത് ദ റേഷ്യോ ഓഫ് എനി ടു കറസ്പോണ്ടിങ് സൈഡ്സ് ഇൻ ടു ഇക്വ ആംഗുലർ ട്രയാങ്കിൾ ഇസ് ഓൾവേസ് ദ സെയിം. അവിടെയും കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ട്. ടു ഇക്വ ആംഗുലർ മീൻസ് two triangles having their corresponding angles equal. That is what is called equiangular triangles. അങ്ങനെ രണ്ട് equiangular triangles ന്റെ corresponding sides ന്റെ ratios will be equal എന്ന കാര്യമാണ് ടെയിൽസ് പറഞ്ഞത്. അതിന്റെ തന്നെ വേറൊരു വേർഷൻ ആണ് ദിസ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. സോ ഇറ്റ് ഇസ് നൗ കോൾഡ് ആസ് ടെയിൽസ് തിയറം എന്നും പറയാറുണ്ട്. The basic proportionality theorem is if a line is drawn parallel to one side of a triangle to intersect the other two sides in two distinct points, then the other two sides are divided in the same ratio. So idoru important theorem aanu. Since it's a named theorem, so state and prove basic proportionality theorem. Sometimes state and prove Thales theorem like can be asked. It's an important question. So idinte proofum venam, state and prove. So since it is a named theorem, it can be asked like that, state and prove. So ഇതിന്റെ പ്രൂഫ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു തിയറം, ഹൗ ടു പ്രൂവ് എ തിയറം, ദർ ഇസ് എ റൂൾ. ഫസ്റ്റ് വാട്ട് യു ഹാവ് ടു റൈറ്റ് ഇസ് വാട്ട് ഇസ് ഗിവൺ. ഒരു തിയറം എങ്ങനെ പ്രൂവ് ചെയ്യാം, ആദ്യം എന്ത് ചെയ്യണം, യു ഹാവ് ടു റൈറ്റ് വാട്ട് ഇസ് ഗിവൺ, എന്താണ് തന്നിട്ടുള്ളതെന്ന് എഴുതുക. വാട്ട് ഇസ് ഗിവൺ ഹിയർ, എ ട്രയാങ്കിൾ ഇസ് ഗിവൺ, ലെറ്റ് ദ ട്രയാങ്കിൾ ബി എ ബി സി. അപ്പോൾ എ ട്രയാങ്കിൾ എ ബി സി, ഗിവൺ എ ട്രയാങ്കിൾ എ ബി സി. Then next a line is drawn parallel to third side. A line which is parallel to side BC ke parallel to a line that intersect the other two points at two distinct points. That means other two sides at two distinct points. That means ഒരു line let that line be DE, BC ke parallel to അത് മറ്റ് രണ്ട് സൈഡുകളെ എ ബി ആൻഡ് എ സിനെ ഇന്റർസെക്ട് ചെയ്യുന്നു അറ്റ് ഡി ആൻഡ് ഇ. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഇസ് ഗിവൺ. എ ട്രയാങ്കിൾ ഈസ് ഗിവൺ, അതിനൊരു സൈഡിന് പാരലായിട്ട് ഒരു ലൈന് പറഞ്ഞിട്ടുണ്ട്. ആ ലൈൻ മറ്റ് രണ്ട് സൈഡുകളെ രണ്ട് പോയിന്റ്സ് ഇന്റർസെക്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഗിവൺ. അതാണ് ആദ്യം നിങ്ങൾ എഴുതേണ്ടത്. വാട്ട് ഇസ് ഗിവൺ? സോ ഗിവൺ എ ട്രയാങ്കിൾ എ ബി സി, എ ലൈൻ പാരലൽ ടു സൈഡ് ബി സി, ദാറ്റ് ലൈൻ ഇസ് ഡി ഇ, ഇന്റർസെക്ട് എ ബി അറ്റ് ഡി ആൻഡ് എ സി അറ്റ് ഇ. After that, what you want to write is what you want to prove. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? We need to prove that AD by DB equal to AE by EC. ആ രണ്ട് സൈഡുകളെ ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് AD by DB, the ratio AD by DB equal to AE by EC. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. We need to prove that AD by DB equal to AE by EC. ഇനി ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി വാട്ട് വി ആർ ഗോയിങ് ടു ഡു, ജോയിൻ ബി ടു ഇ, ബി ടു ഇയും ആൻഡ് സി ടു ഡി, സി ടു ഡിയിലെയും ജോയിൻ ചെയ്യാം. സോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ജോയിൻ ബി ഇ ആൻഡ് സി ഡി ആൻഡ് ഡ്രോ ഡി എം, ഡി എം പെർപെൻഡിക്കുലർ ടു എ സി. എ സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഡിയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കും. ആൻഡ് അത് ഡി എം ആൻഡ് ഇ എൻ perpendicular to AB. AB ക്ക് perpendicular ആയിട്ട് EN. അപ്പോൾ എന്തെല്ലാം ചെയ്തു? We joined DE and CD. After that, draw DM perpendicular to AC and
EN perpendicular to AB. These are the things that we did for doing. That first what is given that eഴുതി. After that what we want to prove. ഇനി ആ പ്രൂഫിലേക്ക് കടക്കാൻ what all things we want to do. ഫസ്റ്റ് നമുക്ക് ഫിഗർ കുറച്ച് കൺസ്ട്രക്ഷൻ വേണമായിരുന്നു, അത് ചെയ്തു. After that consider the triangle ADE എന്ന triangle and we want to find its area. എല്ലാവർക്കും അറിയാം area of a triangle is half into base into height, isn't it? ആ ബേസിലേക്ക് വരക്കുന്ന perpendicular distance, that is what height. അപ്പോൾ ADE എന്ന triangle half into base, if I took AD as the base, AD base ആക്കിയാൽ then അതിലേക്ക് വരക്കുന്ന perpendicular height, that is EN, half into AD into EN. Why? Because നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? AD by DB, isn't it? അപ്പോൾ ആ AD by DB അതെന്താ നമുക്ക് വേണം? half into AD into EN. Now consider triangle BDE. BDE എന്ന triangle consider ചെയ്യുന്നു. The same area BD as the base. അപ്പോൾ അതിലേക്ക് വരക്കുന്ന perpendicular. EN നമ്മൾ ഏതിലേക്ക് വരച്ച? AB യിലേക്ക് വരച്ച perpendicular ആണ്. So the height will be same. So half into BD into EN. Area of triangle ADE half into AD into EN, and area of triangle BDE half into BD into EN. So and divide it, just find area of triangle ADE by area of triangle BDE. What we will get? AD by DB. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട LHS നമുക്ക് കിട്ടിയിട്ടുണ്ട് AD by DB. Let it be equation 1. So again consider the same triangle ADE. This time let AE be the base. നേരത്തെ AD ആയിരുന്നു ബേസ് എടുത്തത്. ഇപ്പോൾ AE. So since we need in the RHS we need AE by EC. So അപ്പോൾ AE ബേസ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അതിലേക്ക് വരക്കുന്ന perpendicular distance. So half into AE into DM. And area of DEC. നമുക്ക് AE by EC needed. So EC side ആയിട്ട് വരുന്ന triangle DEC. Its area half into EC be the base, so EC into half into EC into DM. Then again its ratio area of ADE by area of DEC. We will get it as AE by EC. Equation 2. So നമുക്ക് നമ്മുടെ പ്രൂവ് ചെയ്യേണ്ട LHS ഇക്വേഷനും RHS ഇക്വേഷനും കിട്ടി. അത് ഇനി ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. അതിനുവേണ്ടി കൺസിഡർ ദ ട്രയാങ്കിൾ. നമ്മൾ ഡിനോമിനേറ്ററിൽ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ ഏതെല്ലാം? One is BED and the other is DEC, isn't it? നമ്മൾ ഡിനോമിനേറ്ററിൽ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ ഏതൊക്കെയാണ്? One is triangle BDE and the other is triangle what? DEC. Last year you have learned one theorem. If two triangles have same base and they lie between same parallels, then their areas will be equal. Here what is given? DE is parallel to BC is given. Triangle BDE and triangle DCE have same base DE and they lie between two parallel lines. So we will get their areas equal, isn't it? That means area, denominators, both equations denominator we will get as same. Area of triangle BDE is equal to area of triangle CDE. That means in those two equations denominators are equal. Then what about the numerator? നമ്മൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത? ട്രയാങ്കിൾ ADE itself. അതിപ്പോൾ ഏത് ബേസ് ആക്കിയാലും ഒരു ട്രയാങ്കിളിന്റെ ഏരിയ മാറില്ലല്ലോ. ഇൻ ദ ഫസ്റ്റ് കേസ് വി ടുക്ക് AD as the base. In the second case we took AE as the base. എന്തായാലും the triangle is same. So numerator also equal. അപ്പോൾ what we got? This LHS equal. So what we got? RHS also equal. So that is the thing that we want to prove. So by using that concept we got the ratios are equal. So we can conclude that like this. Since triangle BDE and triangle DEC have same base and line between same parallels, their areas are equal. That is equation 3. So from 1, 2 and 3 what we will get? AD by DB equal to AE by EC. So by basic proportionality theorem, if a line drawn parallel to the third side of a triangle which intersects the triangle in other two sides in two distinct points, then their ratios will be equal. ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. So next, converse of basic proportionality theorem അല്ലെങ്കിൽ BPT എന്ന് പറയും ഷോർട്ട് ഫോം. Basic proportionality theorem. What is its converse? If a line divides any two sides of a triangle in the same ratio, then the line is parallel to the third side.
BPT തിയറം പറഞ്ഞത് ഒരു ലൈൻ പാരലൽ ടു തേർഡ് സൈഡിന് വരച്ചാൽ ആ ലൈൻ മറ്റ് രണ്ട് സൈഡുകൾ ഇന്റർസെക്ട് ചെയ്യും. ദാറ്റ് റേഷ്യോസ് വിൽ ബി ഈക്വൽ. ഇവിടെ റേഷ്യോസ് ഈക്വൽ ആണ്. If a line divides any two sides of a triangle in the same ratio, then the line will be parallel. A line parallel to the third side. That is the converse. Appo idinte proof engana? What is given? A triangle ABC and that ratio is given. Le consider triangle ABC and DE be the line. So and given AD by DB equal to AE by EC. That ratio is given. So ratio is given. That ratio can be taken as AD by DB equal to AE by EC. Let it be 1. Now what we want to prove? DE is parallel to BC. That is the thing that we want to prove. നമ്മൾ ഇവിടെ എടുക്കാണ് DE is not parallel to BC. DE BC ക്ക് parallel അല്ല. Now construct a line DE dash parallel to BC. നമ്മൾ വേറെ തന്നെ ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യാണ് DE dash BC ക്ക് parallel. Then by BPT, then BPT is what we get by BPT, that ratios will be equal. Parallel line or a line third side in the parallel ആയിട്ട് വരച്ചാൽ that ratios will be equal. അതാണ് BPT പറയുന്നത്. So we can apply that BPT there and we will get AD by DB equal to E dash by E dash C. That is equation 2. Okay, equation 1 and 2 രണ്ടിന്റെയും LHS equal ആണ്. So we can equate the RHS. So we will get it as AE by EC equal to AE dash by E dash C. Now adding 1 on both sides. Euclid's postulates and axioms നിങ്ങൾ പഠിച്ചാണ്. See, if adding any two equals, the equality won't change, isn't it? അപ്പോൾ AE by EC plus 1, AE dash by E dash C plus 1. After simplifying, what you are getting? AE plus EC by EC equal to E dash plus E dash C by E dash C. Again we will get it as from figure AE by EC is AC. So AC by EC equal to AE dash plus E dash C is also equal to AC. Since the numerators are equal, so we can equate the denominators. That's why 1 by EC equal to 1 by E dash C. Reciprocals are equal means whole will be equal to EC equal to E dash C. നമുക്ക് എന്താ കിട്ടുന്നത്? EC equal to E dash C. That means E dash Cയും ഈക്വൽ ആണ്. ഇതെങ്ങനെ നമ്മൾ ഓൾറെഡി എന്താ എടുത്തത്? DE നോട്ട് പാരലൽ ടു BC ആണ്. DE dash പാരലൽ. ഇതിപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോയിൻസൈഡ് ചെയ്യുന്നു. അത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മൾ എടുത്ത് അസ്യൂം ചെയ്ത അസംഷൻ ഇസ് റോങ്. സോ വാട്ട് വി ഗോട്ട്? DE is parallel to BC. അപ്പോൾ നമ്മൾ എടുത്ത അസംഷൻ തെറ്റാണ്. അപ്പോൾ DE പാരലൽ ടു BC ആണ്. അതായത് ഒരു ലൈൻ equal ratio will divide either, that line will be parallel to the third side. So we can conclude like this. So we got E and E dash coincide. So our assumption is wrong. So DE is parallel to BC. So two important results, basic proportionality theorem or else Thales theorem and its converse. രണ്ട് റിസൾട്ട് ഉപയോഗിച്ച് there are lots of problems will be asked. പിന്നെ ഈ തിയറം തന്നെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഓർ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം തന്നെ ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഒരു പ്രോബ്ലം നോക്കാം. ഇഫ് എ ലൈൻ ഇന്റർസെക്ട് സൈഡ്സ് AB and AC of triangle ABC at D and E respectively and is parallel to BC, prove that AD by AB equal to AE by AC. It's an important result. Basic proportionality theorem, AD by DB, AE by EC are equal. The AD by whole AB equal to AE by whole AC. It's an important result that also proved by using BPT. എങ്ങനെയാ നോക്കാം. What is given? DE is parallel to BC. DE BC ക്ക് parallel ആണ്. ആ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിന് parallel ആണ്. So we can apply basic proportionality theorem. So by BPT we will get AD by DB equal to AE by EC. Equals running and the reciprocals are equal. So what we will get? DB by AD equal to EC by AE. Equal ആണ്. Adding 1 on both sides. Then there is no change in equality. So 1 and 2 add ചെയ്തു. After simplifying, what we are getting? DB plus AD by AD equal to EC plus AE by AE. So
From figure, DB plus AD is equal to AB. Likewise, EC plus AE equal to AC. So what we are getting? AB by AD is equal to AC by AE. So taking its reciprocal, AD by AB equal to AE by AC. That is the thing that we want to prove. It's an important result. If one line is parallel to the third side, then AD by the whole AB equal to AE by AC. Further question. In figure, PS by SQ is equal to PT by PR. An angle PST equal to angle PRQ. We want to prove that PQR is an isosceles triangle. So, two conditions are given and we want to prove that that triangle is an isosceles triangle. Triangle is called an isosceles triangle if its two sides and two angles are equal, isn't it? So, what is given? PS by SQ is equal to PT by TR. That ratios is given, isn't it? If the corresponding sides ratios are equal, then by converse of BPT, what we will get? This ST is parallel to QR. Like converse ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും? Converse of BPT, ST is parallel to QR എന്ന് കിട്ടും. അപ്പോൾ ST, QR parallel. These two lines are parallel, and this PQ is a transversal. Then PST and angle PQR are equal by corresponding angles, isn't it? Why? Because this ST is parallel to QR എന്ന് തന്നിട്ടുണ്ട്. So, kitty by converse of BPT. അപ്പോൾ E angle, that will become the corresponding angles. Since the lines are parallel, that corresponding angles are equal. So what we get? Angle PST equal to angle PQR, corresponding angles. And what is given? This angle PST is equal to angle PRQ. E angle equal ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ by these two equations, PST angle PQR not equal. PST angle PRQ not equal. Then what we will get? This angle PQR is equal to angle PRQ. Angle PQR PRQ not equal. Then sides opposite to equal angles are also equal. Then what we get? PQ equal to PR. The triangle's two sides are equal. Then that triangle is an isosceles triangle. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം അറിയണം? ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് പഠിച്ച കൺസെപ്റ്റ്സ് ടു BPT, then converse of BPT മാത്രമല്ല, we want all those theorems that we studied earlier. അതായത് corresponding angles axiomsന്റെ കാര്യങ്ങൾ, then linear pair axioms, then vertically opposite angles, then parallel linesന്റെ whole concept, then all other things, congruencyക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം പഠിച്ചോ അത്, midpoint theorems, then anglism property, then inequality, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ച എല്ലാ തിയറംസ് കാര്യങ്ങളും we need in this chapter. So അതെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യണം. Then only it will be easy for you. എന്നാലും നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പം. മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, നല്ല ഈസി ആവും. കൂടുതൽ കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യനിൽ തന്നെ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയാൽ ഇറ്റ് ഈസ് ഗിവൺ. അതിൽ നിന്ന് വാട്ട് വി ആർ ബൈ അപ്ലൈങ് ആ BPT യൂസ് ചെയ്യുന്ന ഒരെണ്ണം കിട്ടി. പാരലലിന് കിട്ടിയപ്പോൾ അടുത്ത് വേറൊരു സംഭവം കറസ്പോണ്ടിങ് ആംഗിൾസ്. പിന്നെ നെക്സ്റ്റ് വൺ തിങ് ഇസ് ഗിവൺ ഡെയർ. ആകെ രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എടുത്തെഴുതേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഏതെങ്കിലും ചിലപ്പോൾ രണ്ടോ ഒന്നോ. ബാക്കി എവറിത്തിങ് ഈസ് ഗിവൺ ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കി വാട്ട് ഓൾ തിങ്സ് ആർ ഗിവൺ അത് ആദ്യം എഴുതി, ദെൻ കമ്പയർ ഇറ്റ് വിത്ത് ദ ഫിഗർ ഗിവൺ. And then it will be very easy for you to do these type problems. അതിന് മുമ്പേ തിയറങ്ങൾ നല്ലോണം അറിയണം. What is that theorem? അത് അറിയണം. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതെടുത്ത് എഴുതുക. ദെൻ കമ്പയർ ദ ഫിഗർ. പിന്നെ മനസ്സിലാ തിയറങ്ങളെല്ലാം ഓർമ്മ വരിക. അതെല്ലാം വെച്ച് ചെയ്യുമ്പോൾ then it will be very easy for doing problems. So നല്ലോണം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. Then only it will be very easy. So thank you for watching Pidu's ഗണിത ലോക. എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. സോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ താങ്ക് യു.